Dormirse en la cama, dar sin risa en tu alma, ratoncito en el club, no heroica, club, club, club. Con Pau O'Malley, ratoncito le gusta danza cuando estudió en la escuela. Pajarita se cubre de botín cuando visita a su abuela. Si necesita una amiga, debe hablar con ratoncito. Si quieres ser mi amante, debe ser alta y delgadita. Lunes, martes, ratones, pez. ഹായ് ഫ്രണ്ട്സ്, ഷാരികവ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആ ഒരു കൊച്ചു കലാകാരനെയാണ്. കലാകാരന്റെ വീട് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ മോന്റെ പേരെന്താ? മുഹമ്മദ് സിയാദ് എന്ന് പറയും. മുഹമ്മദ് സിയാദ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്. നരിക്കുനി ജില്ല ഇവിടെ അടുത്ത് തന്നെയല്ലേ? അപ്പൊ ഇതാ ഈ ഇങ്ങനത്തെ മിനിയേച്ചർ ഉണ്ടാക്കുന്നത് വേറെയും ചെയ്തിട്ടുണ്ടോ മോൻ? ബസ് അല്ലാതെ ആണോ? ഇതിപ്പോ എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ പരിപാടി? മെയിനായിട്ട് ലോക്ക്ഡൌൺ ടൈമിലാണ് തുടങ്ങി. ലോക്ക്ഡൗൺ സമയത്ത് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ സമയത്താണ് പലരെ ഉള്ളിലുള്ള കലകളൊക്കെ ശരിക്കും പുറത്തേക്ക് വരുന്നത്. അല്ലാതെ എന്താ പറയുക, നമുക്ക് സ്കൂളിൽ പോവുക, ഒരു ശനി ഞായർ കിട്ടിയ ട്യൂഷൻ ഉണ്ടാവും. അപ്പം വേറെ കലകളൊന്നും കണ്ടെത്താനുള്ള ആ ഒരു സമയം കിട്ടാറില്ല. പല ആളുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗൺ സമയത്താണ് പല കലാവാസനകളും പുറത്തേക്ക് എടുത്തത്. ചെറിയ ആളുകളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ അതുപോലെയാണ് ഈ മോനും ലോക്ക്ഡൗൺ സമയത്താണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ മോൻ ഇവിടുന്ന് വാങ്ങിക്കുന്നത്? മെറ്റീരിയൽ ഫോറക് ഷീറ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇതൊരു എത്ര ദിവസം എടുക്കും ഇത് മൊത്തത്തിൽ ഇതിൻ്റെ പണി കഴിഞ്ഞ് വരാൻ? ഇതൊരു ബിസിനസ് ആയിട്ട് കഷ്ടപ്പെട്ട് ചെയ്ത് വെക്കുന്നതാണ് 10 ദിവസം കൊണ്ടൊക്കെ ചെയ്യാം. 10 ദിവസം കൊണ്ട്. അല്ലാണ്ട് നമുക്കൊരു ചെയ്യണമെങ്കിൽ അങ്ങനെയാണ് 1 മാസമൊക്കെ എടുക്കും. അതെ, നമുക്ക് തോന്നുമ്പോൾ ചെയ്താൽ മതിയല്ലോ. ഇത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാവും. വലിപ്പത്തിനനുസരിച്ച് ദിവസങ്ങളൊക്കെ പോകും. ആണോ? ഇതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കില്ല? ലൈറ്റൊക്കെ നരിക്കണിൽ നിന്ന് വാങ്ങിയിട്ടാണ്. ആണോ? ഈ വാഹനപ്രായമൊക്കെ കുറച്ച് ചെറുപ്പത്തിലേ ഉണ്ടോ? അത് എപ്പോൾ തുടങ്ങിയതാണ് വണ്ടികളോടുള്ള ഇഷ്ടം? ചെറുപ്പത്തിലെ ഇവിടെ ലോറിയും JCB അതൊക്കെ കണ്ടു വളരുന്നതിനെ കൊണ്ട് അത് തന്നെ ഏറ്റവും ഇഷ്ടം ആണേ. പിന്നെ ചെറിയ വാഹനങ്ങൾ അധികം ഇഷ്ടമല്ലേ, കാറും ബൈക്കും ഒന്നും. വലിയ വാഹനങ്ങൾ മാത്രമേ നിർമ്മിച്ചു കൊടുക്കുള്ളൂ താങ്കൾ? അല്ല, നിർമ്മിക്കലല്ല, നിർമ്മിക്കും. വലുതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെയ്യാൻ. ആണോ? താല്പര്യം. ഇപ്പൊ ഇങ്ങനെ കുറെ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ ഒരാൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലേ? പിന്നെ നമ്മൾ ശരിക്കും ഇതിപ്പോ 2021 മോഡൽ ബസ്സാണ് കേട്ടോ. 2021 എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ശരിക്കും നമ്മളിതാ ബസ്സിലെ സീറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ ശരിക്കും നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയുള്ള സീറ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സീറ്റൊക്കെ സെറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ബസ്സിലേക്ക് കയറുമ്പോൾ തന്നെ അതാ വലത് സൈഡിലൊരു കമ്പിയൊക്കെ ഉണ്ടാവില്ലേ പിടിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഇതാ അവിടെ വലത് സൈഡിൽ കമ്പി ഉണ്ട്. പിന്നെ സ്ത്രീകൾക്ക് മാത്രമുള്ള സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ സ്ത്രീകൾക്കുള്ള സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ബസ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇവൻ്റെ ഡോറ് അല്ലാതെ പറഞ്ഞത് ഡോറ് തുറക്കാൻ പറ്റും, ഇവിടെ ഡോറ് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ചെറിയ കുട്ടിക്ക് ആയതുകൊണ്ട് ഈ ഡോറ് തുറക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉണ്ടാക്കിയത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ ഡ്രൈവറെ സീറ്റൊക്കെ കണ്ടോ? പിന്നെ സ്റ്റെയറിങ് എല്ലാം നമ്മളൊരു ബസ്സിൻ്റെ ഉള്ളിൽ കയറിയ ആ ഒരു ഫീലാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളോട്ട് എനിക്ക് കയറാൻ പറ്റി കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ്. ഈ ഗ്ലാസ് ഒക്കെ മോനെ എന്താ? എല്ലാ ഷീറ്റും കൊണ്ട് തന്നെയാ? OHP ഷീറ്റ്. ഈ ടയറോ? ടയർ ഫോറക് ഷീറ്റ് തന്നെയാണ്. റൗണ്ട് കട്ട് ചെയ്തിട്ട് 4 എണ്ണം വെച്ച് ഒട്ടിച്ചതോ. ഈ സീറ്റൊക്കെ മോനെ എങ്ങനെയാണ് അപ്പം ചെയ്യുന്നത്? അതൊക്കെ അത് തന്നെയാണ്. എന്റെ ഒരു ഒടിവുണ്ടായാലും സീറ്റിന്റെ മുകൾ അതൊക്കെ ഇങ്ങനെ ഉരുക്കിയിട്ട്. ഓ, അപ്പൊ മോൻ പറഞ്ഞത് ഈ മുകളിലെ ഈ ബോഡി എന്ന് പറയുന്നത് ലാസ്റ്റാ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. റിമോട്ട് കൺട്രോളിലുള്ള ഇതും ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞാൽ അപ്പൊ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പൊ ആർക്കെങ്കിലും റിമോട്ട് കൺട്രോളിലുള്ള വേണമെങ്കിലും മോനോട് പറഞ്ഞാൽ മതി. ഇതിപ്പോൾ മെഡിക്കൽ കോളേജ് കുന്നമംഗലം നരിക്കുനി റൂട്ടിൽ ഓടുന്ന ബസ്സാണ്. പിന്നെ ഇത് എവിടെ നമ്മൾ പഠിച്ചത്? അപ്പം നാട്ടിൽ ബസ് പോയാലായിരുന്നു. അപ്പോൾ ബസ്സിൽ ബന്ധപ്പെട്ട ഫോട്ടോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നത് കൊണ്ടൊക്കെ പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ബസ്സിൻ്റെ കാണാനുണ്ടായിരുന്നു. ആദ്യം കാർബോർഡിൽ 2 ചെയ്ത് നോക്കി. ആദ്യത്തെ റെഡിയായി, രണ്ടാമത്തെ പാളിപ്പോയി. ആണോ? അതല്ല, ഇത് ചെയ്ത് നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു സപ്പോർട്ട്? വീട്ടിൽ നിന്ന് എല്ലാവരും ചെയ്തോളാൻ പറയുമായിരുന്നു. ആണേ. പിന്നെ പൈസ ഒക്കെ തരുമായിരുന്നു വാങ്ങാനൊക്കെ. ഇതാണ് ഷീറ്റ്. ഷീറ്റിന്റെ പേരെന്താ പറഞ്ഞത്? ഫോറക്സ്. ഇത് പിന്നെ ഓൺലൈനിൽ വാങ്ങില്ലേ? ഓൺലൈനിൽ വാങ്ങുന്നതാണ്. ഇവിടെ കിട്ടും, പക്ഷേ ഭയങ്കര ഡിമാൻഡാണ്. സീറ്റൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടായിരുന്നു? ഷീറ്റ് ഇതൊരു പീസ് എടുക്കും, എന്നിട്ട് അത് ഉരുക്കിയിട്ട് റെഡിയാക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ കളർ ചെയ്തത് അല്ലേ? എല്ലാം വന്നപ്പോൾ ബസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഇതിൽ തന്നെയാണ്. ടയറും സീറ്റും അല്ലേ, ബോഡിയൊക്കെ ഇതെല്ലാത്തിനും ഗ്ലാസ് ചെയ്തവരുടെ കുഴപ്പമില്ല.
ഗ്ലാസ് ചെയ്തില്ലായിരുന്നു? അതെവിടെ? ഇതാണ് അന്നപ്പോൾ അതാ ബസ്സിൻ്റെ ഗ്ലാസ്സൊക്കെ ചെയ്തിട്ടില്ലേ അതിനുപയോഗിച്ചത്. ഇതിപ്പോൾ എന്ത്, ഇതിനെന്താ പറയുക? OHP ഷീറ്റ്. പിന്നെ 3 രൂപ. 3 രൂപ. ഇത് പിന്നെ നാട്ടിലൊക്കെ കിട്ടുന്നതല്ലേ? കട്ടിയുള്ളത് ഇവിടെ ആരും കിട്ടൂല, കട്ടിയുള്ളതാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. പക്ഷെ മുപ്പ ബസ്സിന് ചെയ്തത് ഇത് ഉപയോഗിച്ചിട്ടല്ലേ? ഇതാവുമ്പോൾ നനഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഒരു 2 സാധനങ്ങളാണ് വേണ്ടത് അല്ലേ? മെയിനായിട്ട് അതന്നെ. പിന്നെ സ്റ്റിക്കറൊക്കെ അതിന്റെ മുകളിൽ ഒട്ടിക്കുന്ന അതൊക്കെ നമ്മള് ആ സ്റ്റിക്കറിന് മാത്രം 100 രൂപയായിരിക്കും മൊത്തത്തിൽ. ആണേ? ആ ഒരു ബസ്സിന്റെ മുകളിൽ സ്റ്റിക്കറിന് എത്ര രൂപയുണ്ട്? 100 രൂപയായിരിക്കും. 100 രൂപേന്റെ സ്റ്റിക്കറാ ബസ്സിന്റെ മുകളിൽ? ഓ, അതൊക്കെയാണ് വേണ്ടത്. പിന്നെ ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ. എന്താ അതുകൂടാതെ തന്നെ കുറേ ഡ്രോയിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണോ പറഞ്ഞത്? ഇതൊന്നും പഠിച്ചില്ല, സാധാ പെൻസിൽ ഡ്രോയിങ് പഠിച്ചിരുന്നു. അത്രയൊന്നും പോയിട്ടില്ല. ഇത് മോൻ ചെയ്തല്ലേ? ഇത് എല്ലാം മോൻ ലോക്ക്ഡൗണിലാണോ ചെയ്ത്? ഇത് മൊത്തത്തിൽ ചിത്രം വരയ്ക്കുന്നത് ഞാൻ പണ്ട് ചെയ്യുന്നു. ആണേ? ഇത് ആര് വരച്ചേ? ഓ, ഇത് കഴിച്ചു കൊടുക്കണം. വരച്ചു നോക്കാം. ഇതാരാ? അമ്മായിൻ്റെ മോൻ. ഓ, ഇപ്പോഴത്തെ കുറേ പിക്ചറുകളുണ്ട് കേട്ടോ. സിയാദിൻ്റെ വണ്ടികളാണ് കൂടുതലും അല്ലേ? അപ്പൊ ഇതാണ് സിയാദിന്റെ വാപ്പേന്റെ വാപ്പയാണിത്. ഈ കഴിവ് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവനെ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ചെറുപ്പത്തിലെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ഇങ്ങനെ ചെയ്യും. ആണല്ലേ? അപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്തല്ലേ ഇങ്ങനെ? ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ലോക്ക്ഡൌൺ സമയത്ത്. പിന്നെ അപ്പൊ എന്നോട് പറഞ്ഞോ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ആണ് വാങ്ങി തരുന്നത്, അങ്ങനെ ചെയ്യാൻ തുടങ്ങി, നല്ല പ്രോത്സാഹനമാണ് വീട്ടിൽ നിന്നൊക്കെ. ഇതാ കൊച്ചു കലാകാരിക്ക് ഉണ്ട് എന്തെങ്കിലും ഇവിടെ വരയ്ക്കോ? പേരെന്താ മോളെ? ഈ മോളെന്താ വരയ്ക്കൊന്നുമില്ല എന്നാ പറഞ്ഞത്? വരയ്ക്കലുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? വരയ്ക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, കാക്ക പഠിപ്പിച്ചു തന്നതാ? ആണോ? അപ്പോൾ ഇതാ ഇത് നമ്മുടെ സിയാദിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ കാണുന്നത്. ഇവർ കളി കഴിഞ്ഞ് വരികയാണ്. പക്ഷേ ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ സിയാദിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിയൊരു കലാകാരൻ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇവർ ബസ് ഓടുമെന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ആദ്യമായിട്ടല്ലേ കാണുന്നത്? അപ്പോൾ ഇതുവരെ കണ്ടില്ലേ? ഇപ്പം കുറേ ബസ്സൊക്കെ ഉണ്ടാക്കി വിൽപ്പനയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ഒന്നും അറിയില്ല ആണല്ലേ? അപ്പോൾ ഇതാ ഒരു ബസ്സൊക്കെ വാങ്ങി വീട്ടിലൊക്കെ കൊണ്ടുവച്ച് ആർക്കെങ്കിലും എനിക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ, ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ബസ്, കാറ് അങ്ങനത്തെ ഒക്കെ കൊടുക്കുക അല്ലേ? റിമോട്ടിലെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ പറഞ്ഞത്. അതിന് കുറച്ച് റേറ്റ് കൂടും. 1500 രൂപയാണ് ചിലവ് വരും. ഇതിന് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ടോ? ഓ, ഒന്ന് ലൈറ്റ് ഒന്നിട്ട് കാണിച്ചു കൊടുക്കൂ. ഇത് പിന്നെ ഇരുട്ടത്ത് കാണണം അതിന്റെ ഭംഗി മനസ്സിലാവുന്നത്. എന്താ ഇതിന്റെ ടയറൊക്കെ എന്താ? ടയർ തന്നെ കുറച്ചിട്ടുണ്ട്. ശരിക്കും എന്തിനാ ഇത് ഉപയോഗിക്കുന്നത്? പഠിച്ച ചെന്നോടൊക്കെ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടോ. ഒന്നോണായി തരട്ടെ. കൈമേലുള്ള അപ്പൊ ഞങ്ങൾ ലോക്കൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതന്നെ പുതിയ പുതിയ വീഡിയോ വീണ്ടും വരുന്നതാണ്. അതുവരെയും ടാറ്റാ, ബൈ ബൈ.